ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 35-ാം ദിവസം ചെങ്കടൽ കടക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 13ഉം 14ഉം അധ്യായങ്ങൾ, ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 53 എന്നിവ വായിക്കുന്നു. ഇസ്രായേല്യരെ ഫറവോ വിട്ടയച്ചപ്പോൾ ചെങ്കടൽ തീരത്ത് ഫറവോയുടെ സൈന്യം ഇസ്രായേല്യരെ പിന്തുടർന്നെത്തുന്നു. കർത്താവിൻ്റെ കരബലത്താൽ ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേല്യരെ കടൽ കടത്തുന്നു. ഈജിപ്ത് സൈന്യം മുഴുവനെയും കടൽ മൂടിക്കളയുന്നു. കർത്താവ് കൽപ്പിച്ചതിന് വിരുദ്ധമായി ബലിപീഠത്തെ സമീപിച്ച അഹ്റോൻ്റെ പുത്രന്മാരെ അഗ്നി വിഴുങ്ങുന്നു. ദൈവാരാധന നടത്തേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം എന്ന തത്വം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: ഇസ്രായേല്യരിൽ മനുഷ്യർക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഗർഭപാത്രം തുറക്കുന്ന ഓരോ കടിഞ്ഞൂലിനെയും എനിക്കായി വിശുദ്ധീകരിക്കുക. അവൻ എനിക്കുള്ളതാണ്. മോശ ജനത്തോട് പറഞ്ഞു: ഈജിപ്തിൽ നിന്ന്, അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട ഈ ദിവസം അനുസ്മരിക്കണം. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പുളിപ്പുള്ളത് ഭക്ഷിക്കപ്പെടരുത്. അബീബ് മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത്. കാനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് കർത്താവ് നിനക്ക് നൽകാനായി നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിന്നെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ അനുഷ്ഠാനം നീ നിർവഹിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. 7-ാം ദിവസം കർത്താവിൻ്റെ തിരുനാളാണ്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ളത് നിന്റെ പക്കൽ കാണരുത്. പുളിമാവ് നിന്റെ പക്കൽ നിന്റെ അതിർത്തിയിലെങ്ങും കാണരുത്. ആ ദിവസം നിന്റെ മകനോട് നീ ഇപ്രകാരം വിവരിക്കണം: ഇത് ഈജിപ്തിൽ നിന്നുള്ള എൻ്റെ പുറപ്പാടിൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ പ്രതിയാണ്. ഇത് കർത്താവിൻ്റെ നിയമം നിന്റെ അധരത്തിലുണ്ടായിരിക്കേണ്ടതിന് നിനക്ക് നിന്റെ ഭുജത്തിൽ ഒരടയാളമായും കണ്ണുകൾക്കിടയിൽ ഒരു സ്മാരകമായും ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് ശക്തമായ കരത്താൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കാലങ്ങൾ തോറും ഈ ചട്ടം അതിൻ്റെ നിശ്ചിത സമയത്ത് നീ ആചരിക്കണം. ആദ്യജാതർ കർത്താവിനുള്ളത്. നിന്നോട് നിന്റെ പിതാക്കന്മാരോടും ശപഥം ചെയ്തതുപോലെ കർത്താവ് നിന്നെ കാനാന്യരുടെ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അത് നിനക്ക് നൽകുകയും ചെയ്യുമ്പോൾ ഓരോ കടിഞ്ഞൂലിനെയും നിനക്കുള്ള മൃഗത്തിൻ്റെ ഓരോ കടിഞ്ഞൂൽക്കുട്ടിയെയും കർത്താവിനായി നീ സമർപ്പിക്കണം. ആൺകുട്ടികൾ കർത്താവിൻ്റേതായിരിക്കും. എന്നാൽ കഴുതയുടെ ഓരോ കടിഞ്ഞൂലിനെയും ഒരു മുട്ടാടിൻ കുട്ടിയെ കൊണ്ട് നിനക്ക് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നീ അതിൻ്റെ കഴുത്തൊടിക്കണം. നിന്റെ പുത്രന്മാരിൽ ഓരോ കടിഞ്ഞൂലിനെയും നീ വീണ്ടെടുക്കണം. ഇതെന്താണെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരാഞ്ഞാൽ നീ അവനോട് പറയണം: അടിമകളുടെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കർത്താവാണ് കരബലത്താൽ നമ്മെ പുറത്തു കൊണ്ടുവന്നത്. നമ്മെ വിട്ടയക്കാൻ ഫറവോ വൈമനസ്യം കാണിച്ചപ്പോൾ ഈജിപ്ത് ദേശത്തെ മനുഷ്യ കടിഞ്ഞൂൽ മുതൽ മൃഗക്കടിഞ്ഞൂൽ വരെ സകല ആദ്യജാതരെയും കർത്താവ് സംഹരിച്ചു. അതുകൊണ്ടാണ് ഗർഭപാത്രം തുറക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നതും എൻ്റെ പുത്രന്മാരുടെ ഓരോ ആദ്യജാതനെയും ഞാൻ വീണ്ടെടുക്കുന്നതും. ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നിന്റെ കണ്ണുകൾക്കിടയിൽ ഒരു നെറ്റിനാടയുമായി
ഭവിക്കും. എന്തെന്നാൽ കർത്താവാണ് കരബലത്താൽ നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. വഴി നടത്തുന്ന ദൈവം. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തിൻ്റെ വഴി അടുത്തായിട്ടും അതിലൂടെയല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം കാണുമ്പോൾ ജനം മനസ്സുമാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് ദൈവം ശങ്കിച്ചു. ദൈവം ജനത്തെ മരുപ്പാതയിലൂടെ ചെങ്കടലിലേക്ക് തിരിച്ചുവിട്ടു. യുദ്ധസജ്ജരായാണ് ഇസ്രായേല്യർ ഈജിപ്ത് ദേശത്ത് നിന്ന് പോന്നത്. മോശ ജോസഫിൻ്റെ അസ്ഥികളും തന്നോടൊപ്പം എടുത്തു. എന്തെന്നാൽ ജോസഫ് ഇസ്രായേല്യരെ കൊണ്ട് ഇപ്രകാരം ദൃഢപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു: ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾക്കൊപ്പം എൻ്റെ അസ്ഥികളും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അവർ സുക്കോത്തിൽ നിന്ന് നീങ്ങി മരുഭൂമിയുടെ അതിർത്തിയിലുള്ള യത്താമിൽ തങ്ങി. അവർക്ക് രാവും പകലും സഞ്ചരിക്കത്തക്ക വിധം വഴി നയിക്കാൻ പകലൊരു മേഘസ്തംഭത്തിലും പ്രകാശം മേകേണ്ടതിന് രാത്രി ഒരു അഗ്നിസ്തംഭത്തിലും അവർക്ക് മുമ്പേ കർത്താവ് സഞ്ചരിച്ചിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വിട്ടകന്നില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ചെങ്കടൽ കടക്കുന്നു. കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു: പിന്തിരിഞ്ഞ് പിഹാഹിറോത്തിന് മുമ്പിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേലരോട് പറയുക. ബാൽസെഫോയിന് മുമ്പിൽ അതിൻ്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത്. അപ്പോൾ ഫറവോ ഇസ്രായേലരെക്കുറിച്ച് പറയും: അവർ നാട്ടിൽ ഉഴലുകയാണ്, മരുഭൂമി അവരെ കുടുക്കിയിരിക്കുന്നു. ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും, അവൻ ഇസ്രായേലിനെ പിന്തുടരുകയും ചെയ്യും. അങ്ങനെ ഫറവോയിലൂടെയും അവൻ്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും. ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും. അവർ അങ്ങനെ പ്രവർത്തിച്ചു. ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മനോഭാവം മാറി. അവർ പറഞ്ഞു: നാം എന്താണ് ഈ ചെയ്തത്? നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ. അവൻ തൻ്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി. തിരഞ്ഞെടുക്കപ്പെട്ട 600 രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി. ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി. അവൻ ഇസ്രായേല്യരെ പിന്തുടർന്നു. ഇസ്രായേല്യരാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു. ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു. ഫറവോയുടെ സകല കുതിരയും തേരും അവൻ്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് ബാൽസെഫോണിൻ്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ ഒപ്പം എത്തിച്ചേർന്നു. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേല്യർ കണ്ണുകൾ ഉയർത്തി. ഇതാ, ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു. അവർ ഏറെ ഭയപ്പെട്ടു. ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. അവർ മോശയോട് ചോദിച്ചു: ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കൂ എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇതുതന്നെയല്ലേ? തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു. മോശ ജനത്തോട് പറഞ്ഞു: നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ രക്ഷ കാണുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല. തീർച്ച, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് അരുളി ചെയ്തു: നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു? ഇസ്രായേല്യരോട് മുമ്പോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക. നിന്റെ വടി ഉയർത്തി കടലിന് മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക. അപ്പോൾ ഇസ്രായേല്യർ കടലിന് നടുവെ വരണ്ട നിരത്തിലൂടെ കടന്നുപോകും. ഇതാ, ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ്. അവർ അവരുടെ പിന്നാലെ വരും. അങ്ങനെ ഫറവോയിലൂടെയും അവൻ്റെ സകല സൈന്യം, തേര്, കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും. ഫറവോയിലൂടെയും അവൻ്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും. ഇസ്രായേൽ പാളയത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു. അവിടുന്ന് ഈജിപ്ത് പാളയത്തിൻ്റെയും ഇസ്രായേൽ പാളയത്തിൻ്റെയും ഇടയിൽ നിന്നു.
മേഘവും ഇരുട്ടും ഉണ്ടായി. അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു. രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി. അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു. അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോയുടെ സകല കുതിരയും അവൻ്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. പുലരിയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്റ്റ് പാളയത്തിലേക്ക് നോക്കി. അവിടുന്ന് ഈജിപ്റ്റ് പാളയത്തെ പരിഭ്രാന്തമാക്കി. അവിടുന്ന് അവൻ്റെ രഥങ്ങളുടെ ചക്രം വേർപെടുത്തി. തന്മൂലം അവനത് ഏറെ പണിപ്പെട്ടാണ് തെളിയിച്ചത്. അപ്പോൾ ഈജിപ്ത് പറഞ്ഞു, ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു, വെള്ളം ഈജിപ്തിൻ്റെ മേലും അവൻ്റെ രഥത്തിൻ്റെയും അശ്വസേനയുടെ മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിന് മീതെ നീട്ടുക. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതത്തോടെ കടൽ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി. ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു. അങ്ങനെ കർത്താവ് കടലിൻ്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി. കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന ഫറവോയുടെ സൈന്യം മുഴുവനിലും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു. അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു. മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽ തീരത്ത് കണ്ടു. കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു. ലേവ്യരുടെ പുസ്തകം 10-ാം അധ്യായം. നാദാബും അബിഹുവും. അഹ്റോൻ്റെ പുത്രന്മാരായ നാദാബും അബിഹുവും അവനവൻ്റെ ധൂപകലശമെടുത്ത് തീ കൊളുത്തി അതിന്മേൽ ധൂപന വസ്തു ഇട്ട് അവരോട് കർത്താവ് കൽപ്പിച്ചിട്ടില്ലാതിരുന്ന നിഷിദ്ധാഗ്നി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ചു. അതിനാൽ കർത്തൃസന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് അവരെ വിഴുങ്ങി. അങ്ങനെ അവർ കർത്തൃസന്നിധിയിൽ മൃതിപ്പെട്ടു. അതേപ്പറ്റി കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണെന്ന് അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, എന്നെ സമീപിക്കുന്നവരാൽ ഞാൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കപ്പെടും. സർവ്വജനത്തിനു മുമ്പാകെ ഞാൻ മഹത്വീകരിക്കപ്പെടും. അഹ്റോൻ നിശബ്ദത പൂണ്ടു. മോശ അഹ്റോൻ്റെ ബന്ധുവായ ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷായേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് പറഞ്ഞു, അടുത്തു വരുവിൻ. നിങ്ങളുടെ സഹോദരന്മാരുടെ വിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തേക്ക് ചുമന്നുകൊണ്ടുപോകുവിൻ. മോശ നിർദ്ദേശിച്ചതുപോലെ അവർ അടുത്തു വന്ന് അവരുടെ കുപ്പായങ്ങളിൽ തന്നെ അവരെ പാളയത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. അനന്തരം മോശ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കാനും സമൂഹം മുഴുവൻ്റെയും മേൽ അവിടുന്ന് കുപിതനാകാതിരിക്കാനും നിങ്ങളുടെ ശിരസ്സുകൾ നഗ്നമാക്കുകയോ വസ്ത്രങ്ങൾ കീറുകയോ അരുത്. എന്നാൽ നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രായേൽ ഭവനം മുഴുവനും കർത്താവ് ജ്വലിപ്പിച്ച അഗ്നിജ്വാലനത്തെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമ കൂടാരവാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത്. കാരണം കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുണ്ട്. മോശയുടെ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു. പുരോഹിതർക്ക് നിയമങ്ങൾ. കർത്താവ് അഹ്റോനോട് പ്രകാരം നിർദ്ദേശിച്ചു, നീയും നിൻ്റെ കൂടെയുള്ള നിൻ്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മരിക്കാതിരിക്കാൻ വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ഈ ശാശ്വത ചട്ടം വിശുദ്ധിയുള്ളതും പൊതുവായതും തമ്മിലും മലിനവും ശുദ്ധവും തമ്മിലും വേർതിരിക്കാനും മോശ വഴി കർത്താവ് അവരോട് കൽപ്പിച്ച ചട്ടങ്ങളെല്ലാം ഇസ്രായേലരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. മോശ അഹ്റോനോടും അവൻ്റെ ശേഷിച്ച 2 പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പ്രസ്താവിച്ചു, കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ അവശേഷിച്ച ധാന്യയാഗവസ്തു എടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച്
അത് പുളിപ്പില്ലാത്ത അപ്പമായി നിങ്ങൾ ഭക്ഷിക്കുവിൻ. കാരണം അത് അതിവിശുദ്ധ വസ്തുവാണ്. വിശുദ്ധമായൊരു സ്ഥലത്ത് നിങ്ങളത് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിനുള്ള അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് നിൻ്റെ വിഹിതവും നിൻ്റെ പുത്രന്മാരുടെ വിഹിതവുമാണ്. ഇങ്ങനെ തന്നെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിരാജനഞ്ചും കാണിക്കക്കൂറകും ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് നീയും നിന്നോടൊപ്പമുള്ള നിൻ്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചുകൊള്ളുവിൻ. കാരണം ഇസ്രായേലരുടെ സമാധാന ബലികളിൽ നിന്ന് നിൻ്റെ വിഹിതവും നിൻ്റെ മക്കളുടെ വിഹിതവും നൽകപ്പെട്ടിരിക്കുന്നു. കാണിക്കക്കുറവും നിരാജനഞ്ചും മേധസ്സുകളുടെ അഗ്നി അർപ്പണങ്ങൾക്കുമേൽ കർത്തൃസന്നിധിയിൽ നിരാജനമായി ഒഴിയാനാണ് അവർ കൊണ്ടുവരുന്നത്. അത് ഒരു ശാശ്വത വിഹിതമായി നിനക്കും നിന്നോടൊപ്പമുള്ള മക്കൾക്കുമുള്ളതാണ്. കർത്താവ് കൽപ്പിച്ചതുപോലെയാണിത്. അനന്തരം പാപമുക്തിയാഗത്തിൻ്റെ കോലാടിനെക്കുറിച്ച് മോശ ചുഴിഞ്ഞന്വേഷിച്ചു. ഇതാ അത് ദഹിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അഹ്റോൻ്റെ ശേഷിച്ച പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും ഇപ്രകാരം ക്ഷുഭിതനായി: നിങ്ങൾ എന്തുകൊണ്ട് പാപമുക്തിക്കുള്ള യാഗമൃഗത്തെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല? അത് അതിവിശുദ്ധ വസ്തുവായിരുന്നല്ലോ. കർത്തൃസന്നിധിയിൽ സമൂഹത്തിനായി പരിഹാരമനുഷ്ഠിക്കാൻ അവരുടെ കുറ്റം സംഭവിക്കുന്നതിനായി അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയതായിരുന്നു. ഇതാ അതിൻ്റെ രക്തം ഉള്ളിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവരപ്പെട്ടില്ല. ഞാൻ കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങളത് തീർച്ചയായും ഭക്ഷിക്കേണ്ടതായിരുന്നു. അഹ്റോൻ മോശയോട് സംസാരിച്ചു: ഇതാ ഇന്ന് അവർ തങ്ങളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. എന്ന് ഞാൻ പാപമുക്തിയാഗം ഭക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അത് നല്ലതാകുമായിരുന്നു. ഇത് മോശ കേട്ടു. അവൻ്റെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു. 53-ാം സങ്കീർത്തനം. ദൈവനിഷേധകൻ്റെ മൗഢ്യം. ഗായക നേതാവിന് വീണനാദത്തോടെ ദാവീദിൻ്റെ പ്രബോധന ഗീതം. ദൈവമില്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ ദുഷിച്ചിരിക്കുന്നു, മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്ന ആരുമില്ല, ദൈവത്തെ തേടുന്ന വിവേകിയുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിരീക്ഷിക്കുന്നു. ഓരോരുത്തരും വഴിമാറി ഒന്നുപോലെ വഷളായി. നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ അറിയുന്നില്ലേ? എൻ്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഭയം വേണ്ടാത്തിടത്ത് അവർ ഭയവിവശരായി. എന്തെന്നാൽ നിന്നെ ഉപരോധിച്ചവൻ്റെ അസ്ഥികൾ ദൈവം ചിതറിച്ചു. അവർ ലജ്ജിതരായി. ദൈവം അവരെ കൈവെടിഞ്ഞു. തീർച്ച ഇസ്രായേലിൻ്റെ രക്ഷ സിയോനിൽ നിന്ന് ഉണ്ടായെങ്കിൽ, ദൈവം തൻ്റെ ജനത്തെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും.